എല്ലാവർക്കും നമസ്കാരം. കർണൻ്റെ കഥയുടെ തുടർ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കഥകൾ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെൽ ഐക്കൺ കൂടെ അമർത്തുക. കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ശ്രമിക്കണം. അങ്ങനെ കർണൻ്റെ കഥയിലേക്ക് വീണ്ടും നമുക്കെത്താം. അംഗരാജാവായി ദുര്യോധനനോടൊപ്പം ആയുധാഭ്യാസ വേദിയിൽ നിന്ന് പോകുന്ന കർണനെയാണ് നാം കഴിഞ്ഞ കഥയുടെ അവസാനത്തിൽ കണ്ടത്. കർണൻ തൻ്റെ പക്ഷത്ത് വന്നതോടുകൂടി ദുര്യോധനൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയായി. പാണ്ഡവരെ ഇനി തനിക്ക് ധൈര്യമായി എതിരിടാമെന്നുള്ള ധൈര്യം ദുര്യോധനന് വന്നു. രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായി തന്നെ മുന്നേറുകയാണ്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. അത് ഇനി തുടർന്ന് വരുന്ന ദുര്യോധനൻ്റെയും പാണ്ഡവരുടെയൊക്കെ കഥകൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒടുവിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ ചൂത് കളിക്കുകയും ചൂതിൽ തോറ്റ പാണ്ഡവർ വനവാസത്തിനും അജ്ഞാതവാസത്തിനുമായി പോവുകയും ചെയ്തു. അജ്ഞാതവാസം കഴിഞ്ഞ് അവരെ കണ്ടുപിടിക്കപ്പെടാതെ അവർ തിരിച്ചു വരികയാണെങ്കിൽ രാജ്യം അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നായിരുന്നു ചൂത് കളിക്കുമ്പോഴുള്ള അവരുടെ പന്തയം. അങ്ങനെ അജ്ഞാതവാസം കഴിഞ്ഞ് പാണ്ഡവർ തിരിച്ച് ഹസ്തിനപുരിയിലേക്ക് വരികയാണ്. ന്യായമായും അവരുടെ പാതി രാജ്യം ദുര്യോധനൻ അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ അവർക്ക് വേണ്ടി ദൂതുമായി വന്ന കൃഷ്ണനെ നാണം കെടുത്തി എൻ്റെ രാജ്യത്ത് ഒരു സൂചി കുത്തുവാനുള്ള ഇടം പോലും പാണ്ഡവർക്ക് ഞാൻ നൽകില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ദുര്യോധനൻ ചെയ്തത്. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം തീരുമാനമായി. കാരണം മറ്റൊരു മാർഗവും പാണ്ഡവരുടെ മുമ്പിലില്ല. തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം ദുര്യോധനനിൽ നിന്ന് പിടിച്ചെടുക്കുവാനായി യുദ്ധം ചെയ്യുവാൻ അവർ തീരുമാനിക്കുകയാണ്. രണ്ട് പക്ഷക്കാരും യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. കൗരവരുടെ പക്ഷത്തായിരുന്നു ഭീഷ്മരും ദ്രോണാചാര്യരും അശ്വത്ഥാമാവും എല്ലാം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം, പാണ്ഡവരല്ലേ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ. ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും ഒക്കെ പാണ്ഡവരെ നല്ല ഇഷ്ടമല്ലേ. എന്നിട്ടും എന്താണ് അവർ ദുര്യോധനൻ്റെ ഭാഗത്ത് ചേർന്ന് യുദ്ധം ചെയ്യുന്നത്? അന്നത്തെ നിയമപ്രകാരം രാജവംശത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ യുദ്ധം വരുമ്പോൾ രാജാക്കന്മാരോട് തന്നെ ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യണമെന്നായിരുന്നു. രാജാക്കന്മാർ ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുള്ളതൊന്നും ചോദ്യമില്ല. അവർ രാജവംശത്തോട് ചേർന്ന് തന്നെ യുദ്ധം ചെയ്യണമായിരുന്നു. അവിടെ ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്നത് ദുര്യോധനനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദുര്യോധനനോട് ഒത്തുചേർന്ന് തന്നെയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം ഏതാണ്ട് തീരുമാനമായി. രണ്ടു കൂട്ടരും യുദ്ധത്തിന് വേണ്ട സന്നാഹങ്ങളെല്ലാം ഒരുക്കുകയാണ്. കൗരവർ 11 അക്ഷൗഹിണിപ്പടയാണ് യുദ്ധത്തിനായി ഒരുക്കിയത്. പാണ്ഡവരാകട്ടെ 7 അക്ഷൗഹിണിപ്പട. അങ്ങനെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും യുദ്ധത്തിനായാലും മക്കൾ പോരടിക്കാൻ തുടങ്ങുമ്പോൾ ഏതൊരമ്മമാരുടെയും മനസ്സാണ് വല്ലാതെ വേദനിക്കുക. കൗരവരുടെ മാതാവായ ഗാന്ധാരിയുടെയും പാണ്ഡവരുടെ മാതാവായ കുന്തിയുടെയും മനസ്സ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. എന്തായാലും ഒരു യുദ്ധം കഴിയുമ്പോൾ രണ്ടു പക്ഷത്തും മരണം ഉറപ്പാണ്. മക്കളുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് അമ്മമാർക്ക് വല്ലാത്ത വേദനയായി. ഇതിൽ കുന്തിയുടെ വേദനയ്ക്ക് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. താൻ ആദ്യമായി പ്രസവിച്ച തൻ്റെ മകൻ കർണൻ കൗരവപക്ഷത്ത് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. പാണ്ഡവപക്ഷത്തിന് എതിരായി. അതായത് തൻ്റെ ശേഷിച്ച 5 മക്കളോടാണ് കർണൻ എതിരിടാൻ വരുന്നത്. കർണന് ഇത് തൻ്റെ അനുജന്മാരാണെന്നും ഇവർക്ക് അത് തൻ്റെ ജ്യേഷ്ഠനാണെന്നും അറിയില്ല. അപ്പോൾ കുന്തി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്ത് ചെയ്തിട്ടാണ് കർണനെ ഒന്ന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് അവൾ ആലോചിച്ചു. ഇതേ ആലോചന ശ്രീകൃഷ്ണൻ്റെ മനസ്സിലും വന്നു. കൃഷ്ണനറിയാമായിരുന്നു കർണൻ ദുര്യോധന പക്ഷത്തില്ലെങ്കിൽ ഒരിക്കലും ദുര്യോധനൻ ഇത്രയും വലിയ യുദ്ധത്തിന് മുതിരുകയില്ല. കാരണം കർണൻ തൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ദുര്യോധനൻ ഈ യുദ്ധത്തിനായി വരുന്നത്. അങ്ങനെ കൃഷ്ണൻ വരികയാണ്. യുദ്ധം അടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ കൃഷ്ണൻ വന്ന് കർണനെ തൻ്റെ തേരിൽ കയറ്റി ദൂരേക്ക് പോവുകയാണ്. തേരാളി ഇങ്ങനെ തേരോടിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പോൾ കർണൻ വിചാരിക്കുന്നുണ്ട്, ഇതെന്താണ്, ശ്രീകൃഷ്ണൻ പാണ്ഡവപക്ഷത്തുള്ള ആളല്ലേ, കൃഷ്ണൻ എന്തിനാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് കർണനൊരു സംശയമുണ്ട്. കുറേ ദൂരെ എത്തിയതിന് ശേഷം ശ്രീകൃഷ്ണൻ കർണനോട് പറയാണ്, കർണ, ഞാൻ
നീ ഇനിയും അറിയാത്ത ഒരു വലിയ രഹസ്യം നിന്നോട് വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. നിനക്കറിയാം, നിൻ്റെ വളർത്തച്ഛനായ അധിരഥന് വെള്ളത്തിൽ ഒഴുകി വരുന്ന രീതിയിലാണ് നിന്നെ ലഭിച്ചതെന്ന്. ആ നിൻ്റെ ജനന രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കുന്തിദേവി ദുർവാസാവ് മഹർഷി കുന്തിദേവിയുടെ കൊട്ടാരത്തിൽ വരുന്നതും ദുർവാസാവ് മഹർഷിയിൽ നിന്ന് ലഭിച്ച വരത്തിൻ്റെ ശക്തിയാൽ സൂര്യഭഗവാനെ ധ്യാനിക്കുന്നതും സൂര്യഭഗവാനിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതും ആ കുഞ്ഞിനെ ആരോരും അറിയാതെ അവൾ നദിയിൽ ഒഴുക്കിവിടുന്നതുമായ കഥ കർണനോട് പറയുകയാണ്. അപ്പോൾ കർണന് മനസ്സിലായി, താൻ കുന്തിദേവിയുടെയും സൂര്യഭഗവാന്റെയും മകനാണ്. സൂതപുത്രൻ എന്ന് എല്ലാവരാലും കളിയാക്കപ്പെടുന്ന ഞാൻ യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവൻ വെളിച്ചവും ഊർജവും നൽകുന്ന സൂര്യഭഗവാന്റെ മകനാണ് എന്ന് അറിയാണ് കർണൻ. കർണനെ സംബന്ധിച്ച് വല്ലാത്തൊരു അറിവാണത്. യഥാർത്ഥത്തിൽ കർണൻ വലിയൊരു സൂര്യഭക്തനായിരുന്നു. തൻ്റെ അച്ഛനാണ് സൂര്യൻ എന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ചെറുപ്രായം മുതൽ കർണൻ എന്നും മണിക്കൂറുകളോളം സൂര്യഭഗവാനെ ധ്യാനിക്കാറുണ്ട്. കർണന് വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അതോടൊപ്പം ഏറെ ദുഃഖം തോന്നി. കാരണം എത്രയോ സന്ദർഭങ്ങളിൽ താൻ സൂതപുത്രൻ എന്നുള്ള നാണക്കേടിൽ, അതായത് ആളുകൾ ഇങ്ങനെ കളിയാക്കിയും കൊണ്ടാണ് അവനെ വിളിക്കാറുള്ളത്. ഭീമനും മറ്റുള്ളവരെല്ലാവരും തന്നെ വിളിക്കുമ്പോൾ അതൊക്കെ പലപ്പോഴും കേട്ടിട്ട് തൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തൻ്റെ അമ്മ താൻ ഇത് സൂതപുത്രനല്ല, ഇതെൻ്റെ മകനാണ്, കർണൻ സൂര്യപുത്രനാണ് എന്നൊരിക്കൽ പോലും തൻ്റെ അമ്മ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട് കർണന്. പക്ഷേ അത്രയൊക്കെ ദുഃഖം തോന്നിക്കഴിഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ കർണൻ കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ എന്താണെന്നറിയോ ഒടുവിൽ കർണനോട് പറയുന്നത്, കർണ നീ വാ, ഞാൻ നിന്നെ കൊണ്ടുപോയി പാണ്ഡവരുടെ അടുത്ത് ചെന്ന് പാണ്ഡവരുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് നീ എന്നുള്ള സത്യം അവരോട് പറയാം. അവർ നിന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. യുദ്ധം നടക്കുകയാണെങ്കിൽ യുദ്ധത്തിന് ശേഷം നീയായിരിക്കും രാജാവ് എന്ന് പറയാണ്. അപ്പോൾ കർണൻ എന്താണെന്നറിയോ കൃഷ്ണനോട് പറയുന്നത്, കൃഷ്ണ, എന്നെ ഏറ്റവും നാണം കെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ ദുര്യോധനനാണ്. അന്ന് ദുര്യോധനൻ എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, മരണം വരെ ഞാൻ അവൻ്റെ സുഹൃത്തായിരിക്കണമെന്ന് മാത്രം. ഈ യുദ്ധം അടുത്തിരിക്കുന്ന ഈ ഒരു സന്ധിയിൽ ഞാൻ അവനെ ഉപേക്ഷിച്ചാൽ അതിനോളം നന്ദികേടായി മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ദയവായി കൃഷ്ണ, ആരോടും തന്നെ ഈ സത്യം ഇനി അങ്ങ് പറയരുത് എന്ന് പറഞ്ഞ് കൃഷ്ണനെ കർണൻ തിരിച്ചയക്കുകയാണ്. കർണനെ കണ്ട കഥയൊന്നും കുന്തി അറിയുന്നില്ല. ഒടുവിൽ യുദ്ധം അടുത്ത് വരികയാണ്. കുന്തിക്കൊരു മനസ്സമാധാനമില്ല. ഒരു ദിവസം കർണൻ എന്നും രാവിലെ ഗംഗാനദിയിൽ പോയി കുളിച്ച് കുറേ നേരം സൂര്യഭഗവാനെ ധ്യാനിക്കും. കുന്തിദേവിക്ക് അതറിയാം. ആ സമയം നോക്കി കുന്തിദേവി ഗംഗാതീരത്ത് ചെല്ലുകയാണ്. അപ്പോൾ കർണന് കുന്തിയെ കണ്ട വഴിക്ക് മനസ്സിലായി, എൻ്റെ അമ്മയാണല്ലോ വരുന്നത്. കാരണം കുന്തിദേവീനൊക്കെ അവർക്കറിയാം, രാജകൊട്ടാരത്തിലെ ആളല്ലേ, രാജ്ഞിയല്ലേ ആയിരുന്നത്. അപ്പോൾ കുന്തി വന്ന് കർണനോട് പറയാണ്, മകനെ എന്ന് പറഞ്ഞ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സൂര്യഭഗവാനുമായിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചും സൂര്യഭഗവാനിൽ നിന്ന് എങ്ങനെയാണ് നീ ജന്മമെടുത്തത് എന്നുള്ളൊക്കെയുള്ള കൃഷ്ണൻ പറഞ്ഞ അതേ കഥ തന്നെ കുന്തിദേവിയും തൻ്റെ മകനോട് പറയാണ്. എന്നിട്ട് പറയണം, മോൻ വരൂ, അമ്മയോടൊപ്പം വരൂ, അമ്മ നിൻ്റെ അനുജന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയാണ്. അപ്പം കർണൻ ചോദിക്കുന്നുണ്ട്, അമ്മേ, എത്രയോ സന്ദർഭങ്ങളിൽ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും അമ്മ ഈ കാര്യം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ എനിക്കിന്ന് ദുര്യോധന പക്ഷത്ത് നിൽക്കേണ്ടി വന്നത്. ദുര്യോധനൻ ഈ ഒരു ആപത്ത് സന്ധിയിൽ എന്നെ സഹായിച്ചവനാണ്. ഒരിക്കലും എനിക്ക് ദുര്യോധനനെ ഉപേക്ഷിച്ച് അമ്മയോടൊപ്പം വരാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ അമ്മയ്ക്കൊരു വാക്ക് തരാം. യുദ്ധഭൂമിയിൽ വെച്ച് അമ്മയുടെ 5 മക്കളിൽ അർജുനനെ അല്ലാതെ മറ്റാരെയും അവസരം കിട്ടിയാൽ പോലും ഞാൻ കൊല്ലില്ല എന്ന് പറയുകയാണ്. ഇനി യുദ്ധത്തിൽ ഞാൻ അർജുനനെയാണ് കൊല്ലുന്നതെങ്കിൽ യുദ്ധത്തിന് ശേഷം ഞാൻ അമ്മയുടെ അരികിലേക്കെത്തും. അപ്പോൾ അമ്മയ്ക്ക് അപ്പോഴും 5 മക്കളുണ്ടായിരിക്കും. അല്ല, അർജുനൻ എന്നെയാണ് കൊല്ലുന്നതെങ്കിൽ അപ്പോഴും അമ്മയ്ക്ക് 5 മക്കളുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയുടെ കാൽ തൊട്ട് തൊഴുത് കുന്തിദേവിയെ കർണൻ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കർണൻ്റെ ആ ഒരു വ്യക്തിത്വം അല്ലേ? തന്നെ രാജാവാക്കാം, പാണ്ഡവരിൽ മൂത്തവനായിട്ട് വാഴിക്കാം, തന്നെ സൂതപുത്രൻ എന്ന എല്ലാ ആളുകളും, നാട്ടിലുള്ളവരും അതുപോലെ തന്നെ കൊട്ടാരത്തിലുള്ളവരൊക്കെ കളിയാക്കി വിളിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു മറുപടിയായിട്ട്
താൻ കുന്തിപുത്രനാണ്, താൻ സൂര്യപുത്രനാണ് എന്ന് ഉറക്കെ പറയുവാനുള്ളൊരു അവസരമാണ് അവന് കൈവന്നത്. പക്ഷേ അവൻ അതൊരിക്കലും ഏറ്റെടുത്തില്ല. കാരണം അത്രയും വലുതായിരുന്നു അവന് ദുര്യോധനൻ. തന്നെ നാണക്കേടിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ ആ ദുര്യോധനനെ കൈവിടുവാൻ കർണൻ ഒരിക്കലും ഒരുക്കമല്ലായിരുന്നു. അങ്ങനെ ഒപ്പം തന്നെ കർണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കർണന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി.